ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. പെയിൻറ്റർമാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് സ്റ്റുക്കോ ഫിനിഷിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. നമ്മൾ ഏഷ്യൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏഷ്യൻ്റെ സ്റ്റുക്കോ ആണ്, റോയൽ പ്ലേ സ്റ്റുക്കോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഗ്രേ കളറാണ്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കോഡ് നമ്പർ. ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രാപ്പർ. ഇത് നമ്മുടെ ട്രവൽ. ഇതാണ് ഞങ്ങളുടെ ടൂൾ ബോക്സ്, ടൂൾ കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ബേസ് അടിക്കണം. അതായത് നമ്മൾ ഏത് കളറാണ് എടുക്കണം അതിനെ ഒരു ഇച്ചിരി ലൈറ്റായിട്ട് വേണം ഏതെങ്കിലും ഒരു പെയിൻറ്റ് അടിക്കാൻ. ഇന്ന പെയിൻറ്റ് അടിക്കാനൊന്നുമില്ല, ആ ഒരു കളറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏകദേശം. കാരണം ഒരുപാട് ലോഡ് മെറ്റീരിയൽ കയറും, ബാക്ക്ഗ്രൗണ്ട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യണത്. ഓൾറെഡി പുട്ടിയിട്ട ഭിത്തിയിലായിരിക്കണം ഈ പരിപാടി ചെയ്യണത്. പുട്ടിയിട്ട ഭിത്തി പ്രൈമർ അടിച്ചതിന് ശേഷം നമുക്ക് ഏത് കളറിലാണ് വേണ്ട ആ കളറിൻ്റെ ഒരു ലൈറ്റ് കളറിലേക്ക് നമ്മൾ അടിക്കുക. ഇത് നമ്മൾ ഓൾറെഡി ഇപ്പുറത്ത് അടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറത്ത് ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല, ഒരു കോട്ട് ഫുള്ള് ഈ സ്റ്റുക്കോ പുട്ടി തന്നെ നൈസായിട്ട് വടിച്ചങ്ങ് കൊടുക്കണം. അതിന് ശേഷമാണ് പാറ്റേൺ ഇടാൻ പാടുള്ളൂ. അത് ഡ്രൈയിങ് ടൈം ഉണ്ട്, ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പാറ്റേൺ ഇട്ട് തുടങ്ങാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് പാറ്റേൺ ഇടുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും പാറ്റേൺ ഇടാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാറ്റേൺ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ശിഷ്യൻ ശ്യാം. അപ്പോൾ ഞാൻ പാറ്റേൺ ഇട്ടതിൻ്റെ പുറത്ത് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തോരം ട്രവൽ നമ്മൾ ഹീറ്റ് ചെയ്ത് പിടിക്കുന്നോ അത്രത്തോളം നമുക്ക് ആ ഗ്ലോസി ഫിനിഷിങ് കിട്ടും. പിന്നെ നമ്മളിതിൽ വാക്സ് ബഫിങ് അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല, ട്രവൽ തന്നെ ഹീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ക്ലയൻറ്റിന് നമുക്ക് ഒരുപാട് ഹെവി ഗ്ലോസി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൊരു സെമിയിൽ ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പാറ്റേൺ ഇട്ട് കഴിഞ്ഞ് ഒരു ഇച്ചിരി ഏരിയ പാറ്റേൺ ഇട്ട് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്ത് നല്ലപോലെ ഹീറ്റ് ചെയ്ത് കൊടുക്കണം. മുകളിലത്തെ വശം നമ്മൾ അങ്ങനെ ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ താഴ്വശമാണ്. താഴ്വശം അതേപോലെ തന്നെ നമ്മൾ പാറ്റേൺ ഇട്ട് ഒരുപാട് ഏരിയ പാറ്റേൺ ഇട്ട് കഴിഞ്ഞ് പോയിട്ട് പിന്നെ വന്ന് നമ്മൾ ഹീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈ ആയിപ്പോവും, ചിലപ്പോൾ അത്രയും നമുക്ക് വിചാരിച്ച അത്രയും ഫിനിഷിങ് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരുപാട് ഇതല്ല, കുറച്ച് ഏരിയ ചെയ്യുക. അതിനനുസരിച്ച് ഹീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങനെ പതുക്കെ പാറ്റേൺ അടിക്കുക, പിന്നെ ഹീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുക, പിന്നെ വീണ്ടും പാറ്റേൺ അടിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ പാറ്റേൺ ഇടുന്ന രീതിയെല്ലാം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇത് ഞാൻ ഇടുന്ന രീതിയാണ്. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എല്ലാം ഒരേ ഭാഗത്തേക്കല്ല, അങ്ങോട്ട് ഒന്ന് ചെരിച്ച് അങ്ങോട്ട് ക്രോസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പാറ്റേൺ വലിക്കണത് നമ്മൾ. ഇതാകുമ്പോൾ നമുക്ക് ആ ഭിത്തി ഫുള്ളും കംപ്ലീറ്റും ഒരേ പാറ്റേണിൽ തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ ഇതായിട്ട് വൃത്തികേടാവും. അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഓരോ പാറ്റേൺ ചൂസ് ചെയ്യണത്. പാറ്റേൺ അടിച്ച് കഴിഞ്ഞ് ഭിത്തിയുടെ ഫിനിഷിങ് കണ്ടില്ലേ, ഇതൊരു ഫിനിഷിങ്. ഇനിയിപ്പോൾ നമ്മളെ ഫൈനൽ ലുക്കാണിത്. ആ ഗ്ലോസി ആ വിൻഡോ ആണ് ആ വോളിൽ അറിയുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റിക്കോടെ പരിപാടി കംപ്ലീറ്റും കഴിഞ്ഞ് നമ്മൾ ഫിനിഷ് ചെയ്ത ഭാഗങ്ങളാണ് ഇതെല്ലാം.
അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളെ പ്രത്യേകം കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്നെക്കാളും അറിവുള്ള ആൾക്കാരും ഉണ്ടാവും, അറിയാൻ താല്പര്യമുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുക. അറിവുള്ളവർ ഇതിന് കൂടുതൽ എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.